എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ 15 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത തേടിവരും. ഇവരുടെ ജീവിതം തന്നെ മാറിമറിയാൻ പോകുന്ന തരത്തിലായിരിക്കും ഇതെന്താണെന്ന് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. വരുന്ന 15 ദിവസത്തിനുള്ളിൽ പുതിയ ആഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഇടങ്ങളിൽ ഇവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാനും സാധ്യതയുള്ള സമയമാണ്. കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഈ ദിവസങ്ങളിൽ അയവുകൾ വരുന്നതാണ്. വരുമാനത്തിലെ തടസ്സങ്ങൾ മാറി വേണ്ട രീതിയിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. ചില വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ വലിയ ബന്ധങ്ങൾ അകലുന്നതിന് കാരണമാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ നിരന്തരമായ ഉത്സാഹം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യവസായികൾക്കും കൃഷിക്കാർക്കും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനുള്ള ചില നല്ല തുടക്കങ്ങൾ ഉണ്ടാകുവാനും കൈത്തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് വിദേശയാത്രയ്ക്കും സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും പുതിയ തുടക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ ഗൃഹം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള ആലോചനകൾക്കും പ്രവർത്തനങ്ങൾക്കും നാന്ദി കുറിക്കും. വിദേശത്തുള്ളവർ കർമ്മമേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി വിജയങ്ങൾ നേടിയെടുക്കും. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കർമ്മ തടസ്സം നേരിട്ടവർക്ക് അത് മാറിത്തുടങ്ങും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഫജന്യമായ അസുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. കല, സാഹിത്യം, അധ്യാപനം തുടങ്ങിയ മേഖലയിൽ കർമ്മനിരതർ ആയവർ പരിഹാരങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുക. അവരുടെ വലിയ തടസ്സങ്ങൾ മാറി സമസ്ത മേഖലകളിലും ഐശ്വര്യപ്രാപ്തി കൈവരും. വിവാഹമോചിതർക്ക് പുനർവിവാഹത്തിനും വിവാഹം നടക്കാൻ തടസ്സം നേരിടുന്നവർക്ക് നല്ല ആലോചനകൾക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുകയും ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ 2 ആഴ്ചകളെ വളരെ ശ്രദ്ധയോടെ നേരിട്ടാൽ നല്ല ദിവസങ്ങളാക്കി മാറ്റാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അലസതകൾ മാറി ഇനിയുള്ള 15 ദിവസം വളരെ നല്ല രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കും. തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്ക് ശമനം വരുന്നതാണ്. രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ്. വൈവാഹിക ബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിൽക്കാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. പൂർവികമായ ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ദമ്പതികൾക്ക് ക്ഷമയോട് ജീവിതം മുന്നോട്ട് നീക്കാൻ സാധിക്കും. ചെറിയ പ്രശ്നങ്ങൾ സ്വയമേവ പരിഹരിക്കപ്പെടുന്നതാണ്. ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്കത് തിരികെ ലഭിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദേവീ ഭജനം, ദുർഗാദേവിക്ക് പുഷ്പസമർപ്പണം, ദീപസമർപ്പണം, പാൽപായസം, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ 15 ദിവസവും ഈശ്വരാധീനം ഉള്ള സമയമാണ്. വേണ്ടത്ര ഈശ്വര ഭജനം ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കേണ്ട സമയമാണ്. കർമ്മസംബന്ധമായ ഉയർച്ചകൾ, പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും.
ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. ഈ 15 ദിവസം എന്തെങ്കിലും ആവശ്യവുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തിയാൽ അത് ശുഭവും ഫലപ്രദവും ആകും. അകാരണമായ ക്ഷീണവും തളർച്ചയും ശരീരത്തിന് അനുഭവപ്പെടുമെങ്കിലും മറ്റ് ചികിത്സകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ അത് മാറുന്നതാണ്. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങളും ഉണ്ടാകും. വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായി നടക്കും. കാലുകൾക്കും ഉദരത്തിനും അനുഭവപ്പെടുന്ന അസുഖങ്ങളും വേദനയും മാറിക്കിട്ടും. ആയുധങ്ങൾ, മറ്റ് ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരത്തിന് സുബ്രഹ്മണ്യ ഭജനം, ദേവീ ഭജനം, നാഗദേവതകളെ പ്രീതിപ്പെടുത്തൽ എന്നിവയും ചെയ്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പൂയം നക്ഷത്ര ജാതകർക്ക് ഈ 15 ദിവസം ഈശ്വര ഭജനവും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. എല്ലാ അനിഷ്ടിതകളും അതിജീവിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ആത്മവിശ്വാസം കൈവിടാതെ നേരിടുകയും ആപത്തുകൾ ഒഴിവാക്കാനും സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തും. വിവാഹ തടസ്സങ്ങൾ നീങ്ങി നല്ല വിവാഹ ആലോചനകൾ വന്നു തുടങ്ങും. വേഗം നടക്കേണ്ടതായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നടക്കുന്നത് മാനസിക സന്തോഷത്തിന് കാരണമാകും. മനഃശാസ്ത്രപരമായിട്ട് ഓരോ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഗുണം ചെയ്യും. ആത്മപ്രഭാവം വർദ്ധിക്കുവാനും സഹായങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു. വാഹന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. കാലുകൾക്കുള്ള വേദന മാറിത്തുടങ്ങും. ഈ ദിവസങ്ങളിൽ വിശ്വാസവഞ്ചനകളിൽ പെടാതെ സൂക്ഷിക്കുക. കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവർക്ക് നല്ല തുടക്കങ്ങൾ ലഭിക്കും. സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നടത്തണം. ബന്ധുജനങ്ങളുമായും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ലതുപോലെ ശ്രദ്ധയോടെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളിലെ അലസതകൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ശാസ്ത്രഭജനവും ശനിയാഴ്ച വ്രതവും അനുഷ്ഠിച്ച് എള്ളുതിരി കത്തിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി മകം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ 15 ദിവസവും നല്ല സമയമാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം. ചെറിയ കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. രേഖാപരമായ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടും. മുടങ്ങിക്കിടക്കുന്ന യാത്രകളുടെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. കല, സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ മികവ് തെളിയിക്കാൻ സാധിക്കും. വ്യവസായികൾ, കച്ചവടക്കാർ എന്നിവർക്ക് കൂടുതൽ ധനസമ്പാദനം സാധ്യമാകും. പ്രമേഹജന്യ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, വാതജന്യ രോഗങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കണം. വൈദ്യുതി, ജലം തുടങ്ങിയവയിൽ നിന്നുള്ള ആപത്തുകൾ ഒഴിവാകും. മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് പിതൃകുടുംബത്തോടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതെ ശ്രദ്ധിക്കുക. അപ്രസക്തവും അനാവശ്യവുമായ കാര്യങ്ങളിൽ സമയം ധാരാളം നഷ്ടപ്പെടുത്തുന്നതും ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യാനുഗ്രഹത്തിൽ രാമായണ പാരായണം നടത്തുക. ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 15 ദിവസം ഇവർക്ക് വലിയ മോശമായിട്ടുള്ള സമയമല്ല. കാര്യങ്ങളെല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാൻ ആലോചിക്കാവുന്ന സമയമാണ്. വാഹനം, വസ്ത്രം എന്നിവ പുതിയതാക്കാൻ സാധിക്കും. അമ്മമാർക്ക് മക്കളോട് സന്തോഷത്തോട് സമയം ചിലവഴിക്കാൻ സാധിക്കും. വ്യാപാരികൾ കൂടുതൽ ശ്രദ്ധയോട് കാര്യങ്ങൾ നീക്കണം. വിദേശയാത്രകൾ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുമെങ്കിലും
ആശങ്കപ്പെടേണ്ടതില്ല. കലാകായിക മേഖലയിൽ ഉള്ളവർക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. രോഗികൾക്ക് രോഗശമനവും അനപത്യത ദുഃഖം ഉള്ളവർക്ക് സന്താന ഭാഗ്യവും ഉണ്ടാകുന്നതിനുള്ള സമയമാണ്. ഇവർ ദോഷപരിഹാരത്തിന് സുബ്രഹ്മണ്യ ഭജനം, ശാസ്ത്രഭജനം, ദേവീഭജനം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.